അന്നെ, ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്കണം. ഏതെങ്കിലും ഒന്ന് ഇല്ലാതാക്കാൻ വേണ്ടിയല്ല, ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നതിന് വേണ്ടിയാണ് കണ്ടമാനം കാശ് മുടക്കി ഞങ്ങൾ ഈ കഠിനാധ്വാനം ചെയ്തത്. ഊണിലും ഉറക്കത്തിലെ എന്റെ മകന്റെ കുഞ്ഞിനെ ഞാൻ സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇന്ത്യപരത്തിലുള്ളവർക്ക് ഇട്ടുമൂടാൻ കാശുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ? ഒരു പിന്തുടർച്ചാവകാശം വേണ്ടേ? എനിക്ക് വേണ്ടി ഞാൻ നിന്നെ നിരന്തരം കാണാൻ വന്നതും എനിക്ക് വേണ്ടി നീ ഒരു സരോഗേറ്റ് മദറിനെ കണ്ടെത്താമെന്ന് വാക്ക് തന്നിരുന്നെങ്കിലും അത് നടന്നില്ല. ഇന്നിപ്പോ എന്റെ ഭാഗ്യത്തിനാ വിസ്മയ അതിന് തയ്യാറായി എന്റെ മുന്നിലെത്തിയത്. അപ്പൊ വേണ്ടത് നീ അതിന് സപ്പോർട്ട് ചെയ്യുകയല്ലേ? ഈ കാര്യത്തിൽ ഇനിയും ഞാൻ സപ്പോർട്ട് ചെയ്യും. പക്ഷേ വിസ്മയെ നീ ഇതിൽ നിന്ന് ഒഴിവാക്കണം. അതെല്ലാ അർത്ഥത്തിലും തെറ്റാണെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. സോറി. എനിക്ക് നീ പറയുന്നത് പോലെ വിസ്മയുടെ കാര്യത്തിൽ ഒരു കുറ്റബോധവും തോന്നുന്നില്ല. അവള് തയ്യാറാണെന്ന് പറഞ്ഞു. ആവശ്യപ്പെട്ട പണവും ഞങ്ങൾ കൊടുത്തു. എല്ലാം ഓക്കെ ആയതാണ്. അപ്പോഴാ നീ ഇതിന്റെ ഇടയ്ക്ക് കയറി വന്ന് എല്ലാം കൊളവാക്കിയത്. ഇല്ല മഹേശ്വരി, നടക്കില്ലിത്. നീ കാശ് കാണിച്ച് അവളെ ട്രാപ്പിലാക്കിയതുപോലെ കാശിന്റെ വലിപ്പം പറഞ്ഞ് എന്റെ തീരുമാനം മാറ്റാമെന്ന് നീ വിചാരിക്കണ്ട. ബ്രില്യന്റ് ആയ ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് ആണ് വിസ്മയ. വിവാഹം പോലും കഴിയാത്ത അവളുടെ ഗർഭപാത്രം ഉപയോഗിച്ച് നിന്റെ മകന്റെ കുഞ്ഞിന് ജന്മം നൽകാമെന്ന് നീ വിചാരിക്കണ്ട. നടക്കില്ലത്. കാശ് കൊടുത്ത് എന്തും വാങ്ങാൻ നിനക്ക് സാധിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ നീ വിസ്മയവുമായി ഉണ്ടാക്കിയ മനുഷ്യത്വരഹിതമായ കരാർ നിയമപരമായി നിലനിൽക്കില്ലെന്നാണ് എന്റെ പക്ഷം. ഡോക്ടറെ, നിയമത്തിന്റെ നൂലാമലകളൊന്നും പെടാതെ ഞങ്ങൾ നോക്കിക്കോളാം. അതൊന്നും കാണാതെ വിസ്മയ്ക്ക് അത്രയും കാശ് ഞങ്ങൾ കൊടുക്കില്ലല്ലോ. ഏതായാലും ഒരു വാക്ക് ഞങ്ങൾ തരാം. ഈ വിഷയത്തിൽ വിസ്മയ്ക്ക് ഒരു ദോഷവും വരാതെ, പുറം ലോകം അറിയാതെ എല്ലാ കാര്യങ്ങളും ഞാൻ നേരിട്ട് നോക്കി നടത്തിക്കോളാം. സമയമാകുമ്പോ അവൾക്ക് വേറെ കല്യാണം കഴിക്കാമല്ലോ. അത് ഉറപ്പാണ്. വേണ്ട ശിവ, മതി. വിസ്മയുടെ കാര്യത്തിൽ നമ്മൾ കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ല. ആ കുട്ടി അറിയാതെ പെട്ടുപോയതാണ് നിങ്ങളുടെ അടുത്ത്. ഞാൻ അവൾക്കൊപ്പമേ നിൽക്കും. ഈ കാര്യത്തിൽ നീ എന്നോട് വാശി പിടിക്കരുതെന്നാ. ഏതോ ഒരു പെൺകുട്ടിക്ക് വേണ്ടി നീ എന്റെ മനസ്സിനെ മുറിവേൽപ്പിക്കരുത്, പ്ലീസ്. അവൾ എനിക്ക് ഏതോ ഒരു പെൺകുട്ടിയല്ല. അവളെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും. അവൾ എനിക്ക് എന്റെ മകളെ പോലെയാ. നോ മോർ ഡിസ്കഷൻ പ്ലീസ്. യു മേ ഗോ നൗ. ശരി, എന്നാലും ചോദിച്ചോളെ. ഡോക്ടറെ, മകളെ പോലുള്ള വിസ്മയാണോ സ്വയം പ്രസവിച്ച റെബേക്ക മോളാണോ ഡോക്ടർക്ക് വലുത്? പകൽ ഇവിടെ നിന്നിറങ്ങിയ റെബേക്ക മോള് ഇതുവരെ തിരിച്ചു വന്നില്ലല്ലോ. അപ്പൊ മകളെ തിരിച്ചു കിട്ടട്ടെ ഡോക്ടർ മമ്മിക്ക്. മൈ ഗോഡ്, എന്റെ റെബേക്ക മോൾ എവിടെയാ? മഹേശ്വരി, നീ എവിടെ? ശിവ, അന്നയുടെ റെബേക്ക മോൾ എവിടെയാണെന്ന് നീ തന്നെ ഒന്ന് പറഞ്ഞു കൊടുക്ക്. ശരി, ഡോക്ടർക്ക് മോളെ കാണണമെങ്കിൽ കാണിച്ചു തരാം ഞാൻ. നോക്കാം. മോളെ, മഹേശ്വരി, എന്റെ മോളെ ഇതെവിടെയാ ബന്ധിയാക്കിയിരിക്കുന്നത്? നീ അവളെ ഒന്നും ചെയ്യരുത് പ്ലീസ്. ഒന്നും ചെയ്യില്ല. പക്ഷേ നീ വിസ്മയുടെ കാര്യത്തിൽ ഇടപെടരുത് എന്നൊരു കരാറാണ് എനിക്ക് വേണ്ടത്. അവളെ എനിക്ക് വിട്ടുതന്ന ഇന്ന് രാത്രി തന്നെ റെബേക്കയെ നിനക്ക് ഞാൻ വിട്ടുതരും. ഇനി പോലീസിനെ വിളിച്ച് പ്രൊഫസറുടെ അധിപൂതി കാണിച്ച അവളെ ജീവനോടെ ആയിരിക്കില്ല കിട്ടുന്നത്. അതാണ് എനിക്ക് നിന്നോട് പറയാനുള്ളതും. മോളെ വേണോ മോളെപ്പോലുള്ളവളെ വേണോ എന്ന് ഡോക്ടർ തീരുമാനിക്കും. തീരുമാനം അറിയിക്കാൻ 1 മണിക്കൂർ സമയമുണ്ട്. നീ പിന്നെ എന്നെ വിളിച്ചാ മതി. ശിവ, പോവാം. പോട്ടെ.
ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.